നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദൈവമായി നമുക്ക് ജീവനുള്ള ദൈവത്തെ നമുക്ക് ഈ രാത്രികാലം നമുക്ക് സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താൻ എനിക്കും ഒരു സാക്ഷിയെ നിൽപ്പാൻ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരിക്കലും നല്ല കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക എന്നെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന സദസ്സിലായിരിക്കുന്ന വിശിഷ്ട കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന ശ്രേഷ്ഠദാസന്മാർ, കുടുംബം, മാതാപിതാക്കൾ, സ്നേഹിതർ, സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരുടെയും മധ്യത്തിൽ ജീവിക്കുന്ന ദൈവത്തെ സാക്ഷിയെ നിൽപ്പാൻ എനിക്ക് ഇങ്ങനെ ഭാഗ്യമൊരുക്കുന്ന കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തി സ്തുതിക്കുന്നു. ഇന്നേക്ക് പിന്നെ 1 വർഷവും 3 മാസവും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കർത്താവ് എനിക്ക് 2ാം ജന്മമാണ് എനിക്ക് തന്നിരിക്കുന്നത്. എല്ലാവരും അറിഞ്ഞിരിക്കുന്ന പോലെ 2025 ഫെബ്രുവരി മാസം 5-ാം തീയതി ഞങ്ങൾ ഒരു സൗരന്റെ ഭവനത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി പോകുമ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കാതിൽ ഒരു ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായിരുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്നു, യഹോവയുടെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കും. പെട്ടെന്ന് ഞാൻ കേട്ടു. സാധാരണ നമ്മൾ വചനം കേൾക്കുന്ന പോലെ ഞാൻ പെട്ടെന്ന് അത് മറന്നുപോകാതെ നാവ് കൊണ്ട് അത് ഏറ്റുപറഞ്ഞു മാത്രം അറിയാൻ തൽക്ഷണം എന്തൊക്കെയോ സംഭവിച്ചു. അത് മാത്രം ഗുരുതരമായ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. പുറകിൽ നോക്കുമ്പോൾ ഇരച്ചു കയറുന്ന കുറച്ച് ശബ്ദങ്ങൾ കേട്ടു. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ 2 ട്രക്കുകൾ വളരെ സ്പീഡിൽ കടന്നു വരികയാണ്. അത്രമാത്രം കേട്ടു. പിന്നെ ഈ വാക്യം വീണ്ടും ആവർത്തിച്ച് എൻ്റെ കാതുകൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഒന്നുകൂടെ പറഞ്ഞു. തൽക്ഷണം ഈ ട്രക്ക് വന്ന് ഞങ്ങളുടെ ബൈക്കിന്റെ ബാക്കിൽ വന്ന് ഇടിക്കുകയും പാസ്റ്റർ ഒരു സൈഡിലോട്ട് വീണു, മുകളിലോട്ട് ബൈക്ക് വീണു. ഞാൻ ഈ വന്ന ട്രക്കിന്റെ അടിയിലോട്ട് വീഴുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് ആൾക്കാരെല്ലാം പാസ്റ്ററിനെ ബൈക്ക് മാറ്റിയിട്ട് പിടിച്ചു.